വീണ്ടും വാർത്തകളിലേക്ക്. മലയാളികൾ ഒന്നായി ചേർന്ന് 34 കോടി രൂപ സമാഹരിച്ചെങ്കിലും സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് 3 മാസം വരെ സമയമെടുത്തേക്കും. നിയമപരമായ സാങ്കേതികത്വം കാരണമാണ് ഈ കാലതാമസം വരുന്നത്. അപ്പോഴും അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കുടുംബവും ഓരോ മലയാളിയും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിന് 1 മുതൽ 3 മാസം വരെ സമയമെടുത്തേക്കും. നിയമപരമായ സാങ്കേതികത്വം മോചനത്തിന്റെ കാര്യത്തിൽ കാലതാമസം വരുത്തിയേക്കുമെന്നാണ് സൂചനകൾ. അതിനിടെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച ദയാധനം 34 കോടി രൂപ കൈമാറുന്നതിന് സാങ്കേതിക തടസ്സമില്ലാത്തത് ആശ്വാസം പകരുന്നുണ്ട്. നാളെ തന്നെ ഈ തുക ഇന്ത്യൻ എംബസിക്ക് കൈമാറും. പെരുന്നാൾ അവധി കഴിഞ്ഞ് നാളെയാണ് സൗദിയിൽ കോടതി പ്രവർത്തനം ആരംഭിക്കുക. മോചനത്തിനായുള്ള നിയമപരമായ നടപടികൾ നാളെ തന്നെ ആരംഭിക്കും. എന്നാൽ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമ്മതപത്രം മരിച്ച കുട്ടിയുടെ കുടുംബം കോടതിക്ക് കൈമാറേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇന്ത്യൻ എംബസി വഴി വാദിഭാഗത്തിന് തുക കൈമാറുകയുള്ളൂ. ആ നടപടിയും പൂർത്തീകരിച്ച് റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതായി കോടതി വിധി പ്രസ്താവിക്കണം. ആ വിധി ജയിലധികൃതർക്ക് കൈമാറിയ ശേഷം മാത്രമേ റഹീമിന്റെ മോചനം സാധ്യമാവുകയുള്ളൂ. ഇത്തരം നിയമപരമായ പ്രക്രിയകളിൽ വരുന്ന കാലതാമസം റഹീമിന്റെ മോചനത്തിലും പ്രതിഫലിക്കും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം 2024 മാർച്ച് മാസം വരെ 3 ലക്ഷത്തിലധികം ഭവനങ്ങൾ പൂർത്തീകരിച്ചതായി വിവരാവകാശ രേഖ. 1 ലക്ഷത്തിലധികം വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഇതുവരെ ഏറ്റവും അധികം വീടുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്.